ഇടുക്കിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്ത്. PDP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ കബീറാണ് കത്ത് നൽകിയത്. ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചെന്ന് പരാതിയിൽ പറയുന്നു. സെൻട്രൽ ഡ്രഗ്സ് കൺട്രോൾ സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ അനുമതിയോടെയാണ് ചികിത്സ നടത്തിയതെന്നാണ് സ്മിത മെമ്മോറിയൽ ആശുപത്രിയുടെ വിശദീകരണം. അത്യാധുനിക ചികിത്സാ രീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം. ആഷിഖ് ചെയ്തുകൊണ്ട് ബന്ധുക്കളുടെ പരാതി ആണോ PDP നേതാവ് പരാതിയോട് ഉന്നയിക്കുന്നത്? സജിൻ, അത്യാധുനിക ക്യാൻസർ ചികിത്സാ രീതിയായ ടിൽ തെറാപ്പിയുടെ പരാജയമാണ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിൽ സുമി എന്ന കണ്ണൂർ സ്വദേശിനിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ആരോപണമായിരുന്നു ഇന്ന് രാവിലെ ബന്ധുക്കൾ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് വലിയ ആരോപണങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. കൃത്യമായ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്താത്തതുകൊണ്ടാണ് മരണമുണ്ടായത് എന്ന് ബന്ധുക്കൾ വിശദീകരിച്ചു. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നത്. അത്യാധുനിക ചികിത്സാ സൗകര്യമായ സംവിധാനമായ ടിൽ തെറാപ്പിക്ക് ഇന്ത്യയിൽ വാണിജ്യ അനുമതിയില്ല. അത് സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ പ്രത്യേക അനുമതിയോടുകൂടി പ്രത്യേക പ്രോഗ്രാമിലൂടെയാണ് സുമിക്ക് ഈ ചികിത്സ വിധേയമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ചികിത്സയ്ക്ക് നിർഭാഗ്യകരമായി രോഗി കൃത്യമായി പ്രതികരിക്കുകയുണ്ടായില്ല. ഇത് മരണത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് എന്ന സാങ്കേതിക വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാൻ സ്മിത ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയത് ഇടുക്കി ജില്ലാ PDP പ്രസിഡന്റായിട്ടുള്ള കെ കബീറാണ്. കബീർ പറയുന്ന ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കണം. ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം. ഈ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ സ്മിത മെമ്മോറിയൽ ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്ന് കാട്ടിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് മെയിൽ മുഖേന കെ കബീർ പരാതി നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇനി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നാണ് അടുത്ത നടപടികൾ ഉണ്ടാകേണ്ടത്. അതേസമയം മരണപ്പെട്ട സുമിയുടെ ബന്ധുക്കൾ ഏതെങ്കിലും ഒരു അതോറിറ്റിയിൽ ഇതേവരെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല. കണ്ണൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആശുപത്രിയാണ് സ്മിത മെമ്മോറിയൽ ആശുപത്രി തൊടുപുഴയത്. എന്നാൽ അവിടെ ഇത്തരം ഒരു വലിയ ചികിത്സാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഗുരുതരമായി തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ ടിൽ തെറാപ്പി എന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം അല്ലെങ്കിൽ അതിന്റെ ചികിത്സാ ശ്രമം പരാജയപ്പെട്ടത് വലിയൊരു വിഷയമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ശരി.